ഗുഡ് ഇപ്പൊ മോർണിംഗ്. അൺമ്യൂട്ട് ചെയ്ത്. എന്നാ ഗുഡ് മോർണിംഗ്. കേക്കാവോ? എന്റെ നെറ്റ്വർക്ക് ഒക്കെ നല്ല ശോകമാണ്. ഇവിടെ ഇല്ല, ഇല്ല, മഴയൊക്കെയാണ്. കുഴപ്പമില്ല, കേക്കാം. നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്താലോ? ഒന്നുമില്ല, ഓക്കെ. ജസ്റ്റ് ഫ്യൂ കാഷ്വൽ ക്വസ്റ്റ്യൻസ്. അഞ്ജന ഇപ്പോ കുറച്ചായില്ലേ മൗറീഷ്യസിൽ എത്തിയിട്ട്? എന്താണ് അഞ്ജനയ്ക്ക് മൗറീഷ്യസിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ തന്നെ സ്റ്റക്കായി. എന്റെ നെറ്റ്വർക്കാണോ അഞ്ജന നെറ്റ്വർക്കാണോ? ഹലോ, കേക്കാവോ? ഇപ്പൊ കേക്കാം. ഇനി പറ, എന്താണ് അഞ്ജനയ്ക്ക് ഹലോ. മൗറീഷ്യസ്? ഹലോ, കേക്കാവോ? കേക്കാം. മൗറീഷ്യസ് ഞാൻ വന്നിട്ട് 2 മാസമായി. ഉം. എനിക്ക് വലിയ കുഴപ്പമില്ല, ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ, അല്ല, ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ജോലി അന്വേഷിച്ച് തുടങ്ങിയായിരുന്നു. ഞങ്ങളൊരു 3 പേരായിട്ടാണ് വന്നത്. അപ്പൊ അന്ന് തൊട്ട് പിന്നെ എനിക്ക് ജോലിയും കിട്ടി തുടങ്ങി. പിന്നെ ഞാൻ കയറിയില്ല, കുറച്ചുകൂടെ സാലറി ഉള്ള ജോലി നോക്കാന്ന് കരുതി. പിന്നെ അവസാനം ഇന്റർമാർട്ട് എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഇവിടെ 3-4 എണ്ണം ഉണ്ട് അതുപോലത്തെ. ബെഗാത്തില്ലേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്റർമാർട്ടിൽ ഇപ്പൊ കാഷ്യർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഉണ്ട്. ഫുൾ ടൈം വരെ പണിയെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ. വേറെ കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ നാട്ടിലത്തെ കാട്ടി എന്തായാലും ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അല്ലാത്തവർ ഇവിടെ ഉണ്ട്. തയ്യാറാണെങ്കിൽ പൈസ ഉണ്ടാക്കാം. വർക്ക് അതെ, ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് നന്നായിട്ട് ഉണ്ടായാൽ ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതെ, 2 പണി എടുക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. എവറി കൺട്രി സെയിം ആസ്. ഓൾറെഡി ഇപ്പോ അഞ്ജനയ്ക്ക് ഹലോ. അറിയുണ്ടാവും, ബാക്കി യൂറോപ്യൻ യൂണിയൻ, ബാക്കി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലൊക്കെ കുറെ ഇഷ്യൂസ് നടക്കുമല്ലേ. മൊത്തത്തിൽ പുറത്തു പോകുന്ന പിള്ളേർക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്. ഇനി ഹലോ അഞ്ജന, ചെന്ന് വരുന്ന സ്ഥലത്ത് റേസിസം അതെ. ഉണ്ടോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഹലോ. കേക്കാവോ? ഹലോ. അല്ല, ഇവിടെ റേസിസം ഒന്നുമില്ല. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം. കേക്കാം. ഞാൻ പറയുന്നത് കേക്കാവോ? കേക്കാം. ഹലോ, കേക്കാവോ? കേക്കാം. മൊത്തത്തില് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണെന്ന് സാരം. വേറെ ഒരു വേർതിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ, ഇവിടെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. നമ്മളിവിടെ സേഫ് ആണ്. നമ്മൾ ആരും മാറ്റി നിർത്തുകയോ നമ്മളടുത്ത് മോശമായിട്ട് പെരുമാറുക, അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്ത്രീ ആയിട്ടും എനിക്ക് ഭയങ്കര സേഫ് ആയിട്ടാണ് തോന്നിയത്. ഇപ്പൊ ജോലിക്കായാലും അവര് നമ്മളെ കൊണ്ടാക്കും. രാത്രിയാണെങ്കിൽ അവര് തന്നെ നമ്മളെ തിരിച്ചു കൊണ്ട് വിടുകയും ചെയ്യും. പിക്കപ്പും ഡ്രോപ്പും ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ എനിക്ക് സേഫ് ആണ് ഇവിടെ. വേറെ കുഴപ്പമൊന്നുമില്ല. റേസിസം ഒന്നും ഇല്ല. ചുരുക്കി പറഞ്ഞപ്പോ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് കാണണ്ട. അതെ, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ചില തന്നെ പ്രൊവൈഡ് നമ്മളിപ്പോ റിസോർട്ടിലോ ഹോട്ടലോ പറഞ്ഞു. അതെ, അവര് തന്നെ തരും. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഉച്ചയ്ക്കാണ് പോകുന്നതെങ്കിൽ ഇന്നത്തെ ബസ് ഫെയറും എനിക്ക് അവര് തന്നെ തരും. നമ്മളിനി ബസ്സിലാ പോകുന്ന, അങ്ങനെ ഒരു പിക്കപ്പ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ബസ് ഫെയറും കമ്പനി തന്നെ തരും. നമ്മൾ ബോധേഡാവണം. വർക്ക് പ്രഷർ അതെ. അതെ, വർക്ക് വർക്ക് പ്രഷർ പ്രഷറിന്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ അങ്ങനെ. ഹലോ. പറഞ്ഞു എനിക്ക് കേൾക്കാം. വർക്ക് പ്രഷർ അല്ല, പിന്നെ ഞാൻ ക്യാഷ്യർ അല്ല. അപ്പൊ ക്യാഷിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ അത് ക്യാഷ് അത് കുറച്ച് അവര് ട്രെയിനിങ് 14 ദിവസം നമുക്ക് ട്രെയിനിങ് തന്നിട്ടാണ് എന്നെ അവിടെ ഇരുത്തിയത്. അപ്പോഴത്തേക്ക് തന്നെ ഒരുവിധം ശരിയായി. ആദ്യത്തെ കുറച്ച് ദിവസം ക്യാഷ് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഉള്ള ഒരു ഡൗട്ട് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. ഞാൻ പിന്നെ നാട്ടിലെ അക്കൗണ്ടന്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. പ്രഷർ എന്ന് ചോദിച്ചാൽ ഈ ചില ആൾക്കാർക്ക് 10-14 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്ട്രെസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മനസ്സുണ്ടെങ്കിൽ പിന്നെ അതും ഒരു കുഴപ്പമൊന്നുമില്ല. വർക്ക് പ്രഷർ അവിടെ ആയിട്ട് അങ്ങനെ പ്രഷർ സ്ട്രെസ് അങ്ങനെയൊന്നുമില്ല. അവിടെ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതാ ശരിക്കും? ഞാൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ എടുത്തിട്ട് വന്നത്. ഇതൊരു ടൂറിസ്റ്റ് കൂടുതൽ വരുന്ന രാജ്യമുണ്ട്. അങ്ങനത്തെ ജോബിനാണ് ഇവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് എനിക്കും തോന്നിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ മറ്റേ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു വന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ റെസ്റ്റോറന്റിൽ വന്നപ്പോ തന്നെ ആ എക്സ്പീരിയൻസ് വെച്ചൊക്കെ അവർ കയറി. അങ്ങനെയൊക്കെ നമുക്ക് ജോലി കിട്ടും. റിസോർട്ടില് അതായത് ഇപ്പോ അങ്ങനെയൊക്കെ പെട്ടെന്ന് ജോലി കിട്ടും. ചുരുക്കി പറഞ്ഞ നമ്മുടെ അപ്പൊ ആ നാട്ടിലെ ഫീൽഡാണ് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. സാലറി കൂടുതലുണ്ടാവും. സാലറി വൈസും കുറച്ചുകൂടി സ്റ്റേബിൾ മറ്റേ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. സാലറി സാലറി വൈസും അതെ, ഒരു 50,000 ഒക്കെ ഇന്ത്യൻ റുപ്പി മിനിമം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. മിനിമം വർക്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മതി. നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളും ബുക്കും 40 എന്തായാലും ഉണ്ടാക്കാൻ പറ്റും, ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ പറ്റും.
വർക്കും ക്ലാസ്സും ഒക്കെ കൂടി ബാലൻസ് എങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം. വർക്കും ഇവിടെ ഇപ്പം ആഴ്ചയിൽ 4 ദിവസമാണ് ക്ലാസ് ഉള്ളത്. ആഴ്ചയില് ഞാൻ പുറത്തിറങ്ങി നിന്നാണ് സംസാരിക്കുന്നത്. ആഴ്ചയിൽ 4 ക്ലാസ് ഉണ്ട്. 2 ദിവസമെങ്കിലും നമ്മൾ പോയിരിക്കണം. അപ്പൊ അന്നത്തെ ദിവസം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആണ് എടുത്തേക്കുന്നത്. ഉച്ചയ്ക്ക് കയറിയാൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഫുൾ ഷിഫ്റ്റ് എടുക്കും. അപ്പൊ അതും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ദിവസം ഓഫ് ഒക്കെ ഉണ്ട്. പിന്നെ മെഡിക്കൽ സിക്ക് ലീവ് ഒക്കെ തരും. അതൊക്കെ അവർ സാലറി നമുക്ക് തരും. സിക്ക് ലീവ് എടുക്കാൻ പറ്റും. ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കുവാണെങ്കിൽ സിക്ക് ലീവ് ഒക്കെ അവർ തരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇന്ത്യൻസിന് ചൂസ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ സേഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. യൂറോപ്പിനെ കാട്ടി നല്ലത് മൗറീഷ്യസ് ആണ്. ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി. ആദ്യം എനിക്ക് ഇത്തിരി വിഷമമുണ്ട്. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിനെ ആയിട്ട് എങ്ങനെയാ തനിക്ക് കമ്പയർ ചെയ്യാൻ? പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ക്ലൈമറ്റ്, വാട്ട് അബൌട്ട് ദ ക്ലൈമറ്റ്? അഞ്ജന പോയോ? എടോ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഹലോ, കേൾക്കാവോ? കേക്കാം. അത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും. കേൾക്കാവോ? കേക്കാം. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റും അവിടുത്തെ ക്ലൈമറ്റും തമ്മിൽ എങ്ങനെയുണ്ട്? ഇവിടെ ഇനി ഡിസംബർ ജനുവരി സമയത്തൊക്കെ സമ്മർ ആണ്. പിന്നെ തണുപ്പാണ്, എങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നും ഇവിടെ ഇല്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. ഇന്ത്യൻ ക്ലൈമറ്റുമായിട്ട് കേരളമായിട്ട് അത്യാവശ്യം നല്ല സാമ്യമുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നും ഇവിടെ ഇല്ല. സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. പിന്നെ മഴയും ചൂട് സമയത്താണെങ്കിൽ മഴ പെയ്യും. മഞ്ഞ് വീഴ്ച അങ്ങനെയൊന്നും ഒരു ഫീൽ ഇല്ല. എനിക്ക് തന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൻപുറം പോലെയൊക്കെ തന്നെ തോന്നുന്നത്. ഇല്ല. അതെ, ഇവിടെ കുറെ സ്ഥലത്തായാലും ഇന്ത്യ പോലെ തന്നെ ഇരിക്കും. ചില സ്ഥലത്ത് മാത്രമേ ഒരു യൂറോപ്യൻ ഇതുള്ളൂ. ബാക്കിയൊക്കെ ഇന്ത്യക്കാരെ കാണുന്ന പോലെ തന്നെ ഇരിക്കും. പിന്നെ എല്ലാവർക്കും ഹിന്ദി അറിയാം. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഇംഗ്ലീഷിൽ ചെറിയ തപ്പലുണ്ടെങ്കിലും നമുക്ക് ഹിന്ദിയോ ഒക്കെ വെച്ച് മാനേജ് ചെയ്യാം. ഹിന്ദി അറിയാമെങ്കിൽ ഇംഗ്ലീഷും അറിയണ്ട, കുഴപ്പമില്ല. ഇംഗ്ലീഷ് ഞാനും ഭയങ്കര ഫ്ലുവന്റ് ഒന്നുമല്ല. അത്യാവശ്യം എന്തെങ്കിലും നമുക്ക് കേട്ടാൽ മനസ്സിലാവും. പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിലും നമുക്ക് ജോലി കിട്ടും. പണിയെടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും നാട്ടിൽ നിന്ന് മാറി നിന്ന് അവിടെ പൊരുത്തപ്പെടാനുള്ള ആറ്റിറ്റ്യൂഡും ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷപ്പെടാം. ഓക്കെ അഞ്ജന. ചെറിയ പിള്ളേർ ഇവിടെ ഉണ്ട്, ഒരു 20. അത് ചോദിക്കാൻ മറന്നുപോയി. നമ്മുടെ മലയാളീസ് എത്ര പേരുണ്ട്? ഇവിടെ ഒരുപാട് മലയാളികൾ ഇപ്പൊ ഉണ്ട്. അപ്പൊ അതില് എന്റെ കാഴ്ചപ്പാടില് 25-ന് മുകളിൽ പ്രായമുള്ളവർക്കൊക്കെ അവർക്ക് 60% പോസിറ്റീവ് ആയിട്ടാണ് പറയാനുള്ളത്. അതിന് താഴെ ഏജിലുള്ള പിള്ളേർ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അവര് മൊത്തം നെഗറ്റീവ് ആണ് പറയുന്നത്. അവർക്ക് ഇവിടെ ഒന്നും ശരിയാവുന്നില്ല, ഫുഡ് പറ്റുന്നില്ല. ഫുഡ് പിന്നെ ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കാം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഒരു അടിച്ചുപൊളി ലൈഫിനല്ലാതെ കരിയർ ഒന്ന് സെറ്റിൽ ആവണം എന്നാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ മൗറീഷ്യസിൽ കയറി വന്ന് സെറ്റിൽ ആവാം. അടിച്ചുപൊളിക്കാൻ നമുക്ക് ടൂർ പോയാൽ മതി. മൗറീഷ്യസിൽ ഇവിടെ സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അവിടുന്ന് നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാനൊക്കെ ഉള്ള പോസിബിലിറ്റീസോ? നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് വേറെ യൂറോപ്യൻ യൂണിയൻ കൺട്രികൾക്കൊക്കെ ഭാവിയിലും ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച സിറ്റുവേഷൻ ആണെങ്കിലും ഭാവിയിൽ ഇപ്പൊ ഇതൊക്കെ വീണ്ടും ഓപ്പൺ ആവും. അവിടുന്ന് മൂവ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ? അതെ, നമുക്ക് ഉണ്ടെന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചില്ല തൽക്കാലം. ഓക്കെ, എന്തായാലും ഇയാൾ എത്തിയിട്ട് ആകെ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. എന്തായാലും ഇപ്പൊ കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇപ്പൊ പ്ലാൻ. എന്റെ പ്ലാൻ ഇപ്പൊ ഇവിടെ നിൽക്കാനാണ്. അത് കഴിഞ്ഞിട്ട് അന്വേഷിക്കാം. വർക്ക് വിസയുടെ കാര്യം ഇതുപോലെ നമ്മൾ തന്നെ അന്വേഷിക്കണമല്ലോ. നമ്മൾ വെറുതെ വീട്ടിലിരുന്നിട്ട് ആരെങ്കിലും കൊണ്ട് തരുമെന്ന് വിചാരിച്ചിരുന്ന ഒരു രക്ഷയിലും ആരും കൊണ്ട് തരൂല. നമ്മൾ തന്നെ ഇറങ്ങി, നമ്മൾ തന്നെ തപ്പി, നമ്മൾ തന്നെ മെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കും. ഞാൻ ഇവിടെ വന്നിട്ട് 2-3 നല്ല കമ്പനികളിൽ ഇന്റർവ്യൂവിന് പോയിട്ടുമുണ്ട്. ഒരിടത്ത് എനിക്ക് കിട്ടിയതുമാണ്. പക്ഷെ ക്ലാസ് ഉള്ളത് കൊണ്ട് കയറാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നാക്കും സാമർത്ഥ്യവും കഴിവും ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് വിസ ആക്കാൻ പറ്റും എന്നാണ് എനിക്കും തോന്നുന്നത്. അങ്ങനെ നടക്കും. നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇംഗ്ലീഷും അറിയണം. അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള രീതിയിലാണെങ്കിൽ അതിനുള്ള സ്ഥലങ്ങളുണ്ട്. തീരെ ഒരു അണ്ടർ ഡെവലപ്മെന്റും അല്ല, അത്യാവശ്യം ഡെവലപ്മെന്റ് ഉള്ള കൺട്രി അല്ലേ മൗറീഷ്യസ്? അതെ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ മൊത്തം. അവിടെ ലിവിങ് എക്സ്പെൻസ് എത്ര വരുന്നുണ്ട് ആവറേജ് ഒരു മന്ത്? ഒരു മൗറീഷ്യസും ഇന്ത്യൻ കറൻസിക്ക് ആയിട്ട് വരുമ്പോൾ എത്ര വരുന്നുണ്ട് ഇന്ത്യൻ കറൻസി അപ്രോക്സിമേറ്റ്ലി?
ഓക്കെ. ഇവിടെ റെന്റ് റെന്റ് എന്ന് പറയും, കേൾക്കാവോ? കേക്കാം കേക്കാം കേക്കാം. റെന്റ് എന്ന് പറയുന്നത് 2500 തുടങ്ങി അങ്ങോട്ട് എല്ലാ പൈസയ്ക്കും വെളി കിട്ടും. ഞാൻ കൊടുത്തേക്കുന്നത് 3000 രൂപയാണ് എനിക്ക് റെന്റ്. ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്. 3000 ഓരോരുത്തർക്കും 3000 രൂപ. മൊറീഷ്യസ് നാട്ടിലൊരു 6000 രൂപ, 6000 7000 MUR. അതെ, നാട്ടില് 6000, 5800, 6000-നകത്തേ വരുള്ളൂ. നാട്ടില് നാട്ടിൽ 6000 രൂപ വരുന്നുള്ളൂ. അത് ഭയങ്കര കുറവാണ്. കാരണം എറണാകുളത്ത് ഒരു സിംഗിൾ റൂം കിട്ടണമെങ്കിൽ തന്നെ 10000 രൂപ കൊടുക്കണം. അത്രയൊക്കെ കോസ്റ്റ് കുറവായിരുന്നുള്ളൂ. നമുക്ക് ഓവറോൾ എത്ര പിന്നെ അല്ലാതെ നല്ല സ്ഥലങ്ങളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റെന്റ് വരും. 5000-ന് വീടെടുത്ത് നിൽക്കുന്നവർ ഇവിടെ ഉണ്ട്. പക്ഷെ എന്റെ വീട് അത്യാവശ്യം സൗകര്യമുള്ള വീടാണ്. ബസ് സ്റ്റോപ്പ് അടുത്താണ്, മെട്രോ അടുത്താണ്, ചന്തയൊക്കെ ഭയങ്കര അടുത്താണ്. അപ്പൊ ഞങ്ങൾക്ക് നല്ല സൗകര്യമാണ്. ഈ 3000-ന് വീട് കിട്ടിയത് ഒരു അനുഗ്രഹം പോലെയാണ്. എടോ മൊത്തം ഓവറോൾ എക്സ്പെൻസ് എത്ര വരും ഒരു മാസം? ലിവിങ് എക്സ്പെൻസ് മൊത്തം? അതാണ് ഞാൻ പറയാൻ വന്നത്. അതെ, പിന്നെ ഇലക്ട്രിസിറ്റി, വാട്ടറിന് ഞങ്ങൾക്ക് പൈസ ആവുന്നില്ല. എത്രയോ യൂണിറ്റിന് മുകളിൽ വാട്ടർ യൂസ് ചെയ്താലേ ക്യാഷ് വരുള്ളൂ. അപ്പൊ അതിന് പൈസ ഇല്ല. ഇലക്ട്രിസിറ്റി ഒരു 300 രൂപ മാസം വരുള്ളൂ. 4 3 ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഗ്യാസിന് 100 രൂപയ്ക്കകത്തേ വരുന്നുള്ളൂ. പിന്നെ എനിക്കിപ്പോ പിക്കപ്പും ഡ്രോപ്പും ഉള്ളതുകൊണ്ട് ബസ്സിന് പൈസ ആവുന്നില്ല. അതും എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡിനെല്ലാം കൂടി ഞങ്ങൾ 3 നേരം കഴിക്കുമ്പോൾ ഒരാൾക്ക് 3000 4000 രൂപ ഒരു മാസം ഫുഡിനാവും. പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ കൂടും. ഞങ്ങൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നത് 3000 4000 ആണ്. അതിനകത്തെ ചെലവ് ഇവിടത്തേക്ക് വരത്തുള്ളൂ. അപ്പൊ 30-20 അവർക്ക് സുഖമായിട്ട് സേവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ ഒരു ഇന്ത്യൻ റുപ്പി 10-20,000 രൂപ അതായത് മൗറീഷ്യൻ റുപ്പി, ഇന്ത്യൻ റുപ്പി അല്ല. ഇന്ത്യൻ റുപ്പി ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ ലാവിഷായിട്ട് ജീവിക്കാം. മിനിമം. അതെ, മാക്സിമം ഇന്ത്യൻ റുപ്പി ഉണ്ടെങ്കിൽ ലാവിഷായിട്ട് ജീവിക്കാം. ഇന്ത്യൻ റുപ്പി ഒരു 20,000 ഉണ്ടെങ്കിൽ യാതൊരുവിധ കാര്യങ്ങൾക്കും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാതെ, ആർഭാട ലൈഫ് അല്ല, വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ലാതെ നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിച്ച് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്തെ അക്കോമഡേഷനും അത്യാവശ്യം വീക്കെൻഡിൽ പോലെ പുറത്ത് ചെറിയ കറക്കമൊക്കെ ആണെങ്കിൽ പർച്ചേസ് ഇല്ല, പർച്ചേസ് നമ്മുടെ കയ്യിൽ പോലെ ഇരിക്കും. ബട്ട് 10-20,000 രൂപ മതി. അപ്പൊ ഒരു 10-50,000 തന്നെ ഓവർ സ്ട്രെസ് എടുക്കണില്ലെങ്കിൽ പോലും 50,000 രൂപ ഇന്ത്യൻ റുപ്പി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ജോബാണ്. 30,000 രൂപ എവറേജ് കുറഞ്ഞത് ഒരു സാധാരണ ബിലോ എവറേജ് ഒരാൾക്ക് സേവ് ചെയ്ത് നാട്ടിലേക്ക് അയക്കാം. സത്യം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കിപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ഫുൾ ടൈം ഒക്കെ വർക്ക് ചെയ്താലേ ഇത്രയും പൈസയെ നമുക്ക് കിട്ടത്തുള്ളൂ. ബേസിക് സാലറി എന്ന് പറയുന്നത് 20,000 ഇവിടെ ഉള്ളൂ. അതായത് നാട്ടിൽ ഒരു 40 അടുപ്പിച്ചൊക്കെ ബേസിക് സാലറി കിട്ടും. അതിൽ കൂടുതൽ ഉണ്ടാക്കുന്നത് നമുക്ക് എത്രത്തോളം പണിയെടുക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. ബേസിക് സാലറിയില് ഏറ്റവും ബേസിക് ഒരു ബിലോ എവറേജ് ഒരാൾ ബേസിക് സാലറി തന്നെ വർക്ക് ചെയ്താൽ ചെലവൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ തന്നെ 10-25,000 രൂപ ഒരു മാസം നാട്ടിലേക്ക് അയക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ പോകുമ്പോ ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ സേഫ് ഡെസ്റ്റിനേഷൻ ആണ്. ടാക്സ് ഉണ്ടോ? അതെ, നമുക്ക് ടാക്സ് സാധനം വാങ്ങുമ്പോൾ ഉള്ള ടാക്സുകൾ മാത്രമേ ഉള്ളൂ, വാറ്റ്. അല്ലാതെ നമുക്ക് വേറെ ടാക്സുകളൊന്നും നമ്മൾ അടയ്ക്കുന്നില്ല. സ്റ്റുഡൻസിന് വേറെ ടാക്സ് ഒന്നുമില്ല. സാലറിയിൽ ടാക്സ് കട്ടിങ് ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ കമ്പാരിറ്റീവ്ലി യൂറോപ്യൻ യൂണിയനൊക്കെ ആയിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അങ്ങനെ ഒന്നുമില്ല. സാധനം മേടിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ആൾക്കാർ കൊടുക്കുന്ന പോലത്തെ ടാക്സ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ UAE ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. UAE പണ്ട് നമ്മുടെ UAE വളരെ ഫ്രണ്ട്ലി ആയിരുന്നല്ലോ. ഏതാണ്ട് അത് കൂട്ടൊരു ഡെസ്റ്റിനേഷൻ ഇന്ത്യൻസിന് വന്ന് പെട്ടാൽ രക്ഷപ്പെടാം. ഓക്കെ അഞ്ജന എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇയാൾക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകാറായില്ലേ? ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.